ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ അച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചെറിയൊരു കുഞ്ഞൊരു സെലിബ്രേഷൻ നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനാണ് നമ്മൾ കാർഡ്സും കുറച്ച് ബലൂണും മേടിച്ചിട്ടുണ്ട്, പിന്നെ കേക്കും മേടിച്ച് വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. കുഞ്ഞൊരു സെലിബ്രേഷനാണ്. അപ്പോൾ നമ്മൾ കാർഡാണ് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതിൻ്റെ കാർഡാണ് മേടിച്ചത്. കുറച്ചും കൂടി എളുപ്പമായല്ലോ ഡെക്കറേഷൻ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് വൈറ്റ് ബലൂൺസും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ സെലിബ്രേഷൻ നമ്മൾ എന്താ നടത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് അച്ഛൻ ലീവ് കഴിഞ്ഞിട്ട് വീണ്ടും സൗദിക്ക് തിരിച്ച് പോവുകയാണ്. അപ്പോൾ വിചാരിച്ചു അച്ഛനുള്ള ടൈമല്ലേ, അപ്പോൾ ഒന്ന് ചെറിയൊരു സെലിബ്രേഷൻ നടത്താമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം കർട്ടനിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കിയതാണ് കേട്ടോ, ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത്. പക്ഷേ കർട്ടനിൽ ആ ഡബിൾ ടാപ്പ് ഒട്ടുന്നുണ്ടായിരുന്നില്ല. കുറേ നോക്കി പക്ഷെ അത് എങ്ങനെ പോയാലും അത് ഒട്ടണില്ല. അപ്പോൾ അങ്ങനെ ചാൻസ് മാറ്റി ഞങ്ങൾ എന്നാൽ ഇവിടെ വേണ്ട, നമുക്ക് ചുമരിൽ തന്നെ ആക്കാം എന്ന് വിചാരിച്ചു. അതായത് വാളിൽ തന്നെ ഒട്ടിച്ചിട്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ അമ്മ ഇതാ ബലൂണൊക്കെ വീർപ്പിക്കാൻ തുടങ്ങി കേട്ടോ. ബലൂണ് വീർപ്പിക്കണ അത് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഊതിയിട്ട് തന്നെ വീർപ്പിക്കണം. അപ്പോഴേക്ക് ചെയ്യാനും ഇപ്പോൾ പറ്റാത്ത സ്റ്റേജാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്മേനെ ഏൽപ്പിച്ചു അതൊക്കെ. അപ്പോൾ ഇതാ അച്ഛനും അച്ചുട്ടി ഏട്ടനും ഉണ്ണിയൊക്കെ ആയിട്ട് ഇതാ വന്നിട്ടുണ്ട്. എന്തേ അയ്യോ എന്ത് പറ്റിയേ? അത് അപ്പോൾ ഉണ്ണി എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എവിടേക്കെങ്കിലും പോയി വന്നിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സ് അപ്പം തന്നെ ഊരിയിടണം കേട്ടോ. അതാണ് അപ്പി എന്ന് പറയണത്. ബനിയനും പാൻസൊക്കെ അപ്പം തന്നെ ഊരിയിടണം മൈനാണ്. അപ്പോഴാണ് പിന്നെ ഇവിടെ ബലൂണൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ പിന്നെ ആ മൈൻഡൊക്കെ മാറി. പിന്നെ അത് ഒന്ന് ഊരിയിടണ്ട, കേക്കൊക്കെ കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഹാപ്പിയായി. അപ്പം പിന്നെ ഏട്ടനും അച്ഛനും ഇവരൊക്കെ എത്തിയപ്പോൾ പിന്നെ പകുതി അവരെന്നെ ഏൽപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇവർക്ക് ചുമരിൽ ഒട്ടിച്ചത് വലിയായിട്ട് ഇഷ്ടമായില്ല. അവിടുത്തെ ഒരു ഡെക്കറേഷൻ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇതിൻ്റെ ആ നൂലിന് കെട്ടാനുള്ള നൂലിന് കുറച്ച് നീളം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു ഭാഗത്തേക്ക് തന്നെ ആക്കിയിട്ട് അവിടെ വിൻഡോയുടെ സൈഡിൽ അപ്പോൾ നമുക്ക് ചുമരിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ നൂലൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് നമ്മുടെ ഡെക്കറേഷൻ പരിപാടികൾ. അപ്പോൾ അതങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അച്ചുട്ടി ഏട്ടനും കൂടിയിട്ടാണ് കേട്ടോ ഒക്കെ സെറ്റ് ചെയ്യണത്. മാമ മുറിച്ചിട്ട് തരും കുട്ടിക്ക് കേട്ടോ കേക്ക്. അപ്പോൾ നമ്മുടെ മുള്ളൂർക്കരയിലുള്ള നീള ബേക്കറിയിൽ നിന്നാണ് കേക്ക് മേടിച്ചിരിക്കുന്നത്. നല്ലൊരു ചോക്ലേറ്റ് ഫ്ലേവറിലുള്ളൊരു കേക്കാണ്. ഇതിനെന്ത് പേര് പറഞ്ഞു കേട്ടോ, പേർക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഇത് അച്ചാച്ചനെ ഇങ്ങോട്ട് ഹാളിലേക്ക് കൊണ്ടുവരാണ് കേട്ടോ, അച്ഛനും അമ്മയും കൂടിയിട്ട്. അച്ചാച്ചനെ ഇവിടെ കൊടുന്നിരുത്തിയപ്പോൾ അച്ചാച്ചന് ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും കൂടി കണ്ടപ്പോൾ ഡെക്കറേഷനും കേക്കും അങ്ങനെയൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ട്. Happy birthday to you, happy birthday to you, happy birthday Achutti, happy
ബർത്ത്ഡേ ടു യു. ഇത്ര അറിയുള്ളൂ. അപ്പോൾ അച്ഛനും അമ്മയും അച്ഛട്ടും കൂടിയിട്ട് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ അച്ചാച്ചന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ചാച്ചന് കേക്കൊക്കെ മധുരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ചാച്ചനെ കൊടുത്തു നോക്കുകയാണ്. അച്ചാച്ചൻ കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ വോയിസ് ഇടാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണി ഇവിടെ കാർട്ടൂൺ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വോയിസാണ് ഇതിൽ നല്ലോണം ഇങ്ങനെ ആയിട്ട് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വോയിസ് ഇടാത്തത്. അതുകൊണ്ടാണ് ഞാൻ മ്യൂസിക് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അച്ചുവിൻ്റെ ഫ്രെയിം ഞങ്ങളുടെ വീട്ടിലില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഞാൻ ഇത് മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു, ബർത്ത്ഡേ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മറ്റുള്ള ഫ്രെയിമിൻ്റെ കൂടെ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ഈ ഒരു ഫ്രെയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചുട്ടി UKG പഠിക്കുമ്പോഴാണ്, അവൻ അർഫയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, LKG UKG. അപ്പോൾ അവിടുന്ന് അങ്ങനെ സ്കോളർഷിപ്പ് കിട്ടിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ആവണ അന്ന് എന്തോ ഒരു ഫങ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെ എന്തോ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർക്ക് സ്കോളർഷിപ്പായിട്ട് ഇവർക്ക് ട്രോഫിയും ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള അന്നത്തെ ഒരു പിക്കാണ്, ആ ഒരു ഫോട്ടോയാണ് കേട്ടോ ഞാൻ ഫ്രെയിം ചെയ്ത് കൊടുത്തത്. ഇവരൊക്കെ അച്ചുവിൻ്റെ ഫ്രണ്ട്സാണ്. അപ്പം ഇവരെന്നൊക്കെ മുൻപ് നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് ഒക്കെ ഇവരെന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവർ വന്നിട്ടുള്ള വീഡിയോയിലൊക്കെ ഇങ്ങനെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് ഭയങ്കര ചമ്മലാട്ടോ, ക്യാമറ ഫേസിങ് ഭയങ്കര ചമ്മലുണ്ട്. അപ്പോൾ അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ അങ്ങനെ എടുക്കൽ കഴിഞ്ഞു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് എൻ്റെ പാപ്പൻ്റെ മകനാണ്. ഏട്ടൻ ലീവിന് വന്നതാണ്. അപ്പോൾ അങ്ങനെ ഇവിടേക്ക് വന്നപ്പോഴാണ് നമ്മളിങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുക. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ പോയത്. അപ്പോൾ ഇതാണ് ഞാൻ ഒരിക്കൽ കൂടി കാണിക്കുകയാണ്. ഇതാണ് നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.